ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ മധ്യവയസ്സിലൂടെ കടന്നു പോകുന്ന ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ചേർന്ന ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ 45, 50, 55 വയസ്സുള്ള ഒത്തിരി വ്യക്തികൾ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വല്ലാത്ത നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ. ഒരു ദിവസം ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനാകെ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, എനിക്ക് 48 വയസ്സായി, എനിക്കൊരു വിവാഹവും നടക്കുന്നില്ല, വരുന്ന വിവാഹങ്ങളെല്ലാം ഇങ്ങനെ മുടങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ ചേട്ടന് ഏതൊരു മാട്രിമോണി സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിദേശത്തുള്ള ഒരു സ്ത്രീ ഈ ചേട്ടന് റിക്വസ്റ്റ് അയച്ചു. ഈ ചേട്ടൻ അക്സെപ്റ്റ് ചെയ്തു. ഇവർ തമ്മിൽ സംസാരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം, എനിക്ക് താങ്കളെ ഇഷ്ടപ്പെട്ടു, നമുക്ക് വിവാഹം കഴിച്ച് മുൻപോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിക്കുകയും മെസ്സേജ് അയച്ച് 1 മാസം മുൻപോട്ട് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഈ ചേട്ടനോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 2 ലക്ഷം രൂപ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടനോർത്ത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയല്ലേ, അടയും ചക്കരയുമായിട്ടാണല്ലോ ഇങ്ങനെ 1 മാസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് 2 ലക്ഷം രൂപ ഇട്ട് കൊടുക്കാമെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഈ ചേട്ടൻ 2 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഈ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. ലാഭവിഹിതം കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടനൊരു വിശ്വാസമായി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് വേറൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം തിരിച്ചു കിട്ടിയല്ലോ എന്ന പ്രതീക്ഷയിൽ ഈ സ്ത്രീക്ക് 5 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ സ്ത്രീ പറഞ്ഞു, എനിക്കൊരു 5 ലക്ഷം കൂടി വേണം. അങ്ങനെ 10 ലക്ഷം ഇട്ടു. അത് 15 ആയി, 20 ആയി. അവസാനം 50 ലക്ഷം രൂപ ഈ ചേട്ടനിൽ നിന്ന് ഈ സ്ത്രീ മേടിച്ചെടുത്തു. ആദ്യം കിട്ടിയ ഈ 2 ലക്ഷം കൊടുത്തപ്പോൾ 2 ലക്ഷം തിരിച്ചു കിട്ടി എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ചേട്ടൻ 50 ലക്ഷം രൂപ ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ മുൻപോട്ട് പോയി. ഒരു ദിവസം ഈ ചേട്ടൻ രാവിലെ ഈ സ്ത്രീയുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജിനൊന്നും റിപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഈ ചേട്ടന് സംശയമായി. ഈ ചേട്ടൻ വേറൊരു ഫോണിൽ ഈ സ്ത്രീയുടെ നമ്പർ സേവ് ചെയ്തപ്പോൾ അതിൽ വാട്സപ്പ് ഇല്ല എന്ന് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചേട്ടന് മനസ്സിലായി ഈ ചേട്ടനെ ഈ സ്ത്രീ പറ്റിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഈ ചേട്ടൻ വല്ലാത്ത നിരാശയായി, ആത്മഹത്യ ചെയ്താലോ എന്ന് ഈ ചേട്ടൻ ചിന്തിക്കുവാൻ തുടങ്ങി. കാരണം ഈ 50 ലക്ഷം രൂപ കൊടുത്തത് ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുവാൻ വേണ്ടി ഒന്നുമല്ല 50 ലക്ഷം രൂപ ഈ 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഈ 50 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു എന്ന് ഓർത്ത് ഈ ചേട്ടന് വല്ലാത്ത നിരാശയായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ചേട്ടനിൽ ഇടപെട്ടു. ഈ ചേട്ടന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടനോട് പറഞ്ഞു കൊടുത്തൊരു വചനമാണ് തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5, 6, 7, 8 തിരുവചനങ്ങൾ. ഇത് വായിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. തോബിയാസിന് സാറായെ റഫായേൽ മാലാഖ ചേർത്ത് കൊടുത്തതുപോലെ ചേട്ടന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇത് വിശ്വസിച്ചു. ചേട്ടന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പൂർവിക ശാപബന്ധനമുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവരെങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സഹനത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിട്ടിട്ട് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ ഈ പൂർവിക ശാപബന്ധനവും അല്ലെങ്കിൽ ഈ കെട്ടും അവർ ചെയ്തു ഇവർ ചെയ്തു അല്ലെങ്കിൽ സഹനം വഴി ഇത് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. ഇത് ഉള്ളിൽ കയറ്റി ഇട്ടുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാനും ഈശോയ്ക്ക് പറ്റില്ല. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇതുപോലെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഉള്ളിട്ടുകൊണ്ട് നടക്കുമ്പോൾ
ഈശോ നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ തരുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ പൂർവിക ശാപബന്ധനം ഇത് ഇനിയും അഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി ഇത് അഴിയാതെ എങ്ങനെയാണ് എനിക്കൊരു വിവാഹം നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെപ്പോഴും ഈ പൂർവിക ശാപബന്ധനത്തിലും അവരത് ചെയ്തു, ഇവര് ചെയ്തു, ഇത് ചെയ്തു, സഹനത്തിന് വേണ്ടി മാറ്റി നിർത്തിയേക്കുന്ന എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ പോവുകയാണ് ചെയ്യുന്നത്. പലരോടും സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിൽ മാത്രമാണ്. നമ്മുടെ പുണ്യതമ്പുരാന് സമയത്തിനും കാലത്തിനും അതീതനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, 40 വയസ്സോ 45 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ ഇതൊന്നും കർത്താവിന് ഒരു മാനദണ്ഡമല്ല. നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ തരുവാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. അതിനെ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സറണ്ടർ ചെയ്ത് ഈശോയിൽ മാത്രം വിശ്വസിക്കുക. പൂർവിക ശാപബന്ധനത്തിലോ അല്ലെങ്കിൽ കെട്ടിലോ ഒന്നുമല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. എൻ്റെ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഈ വരും നാളുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.